Hello dear children, welcome to Kids Area Online. Class 2 മലയാളമാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാം വരുവാണല്ലോ. ക്ലാസ് 2 മലയാളം പഠിക്കാൻ റെഡിയായോ? റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കൾ. ഓർമ്മയിൽ വയ്ക്കുക. അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് 1 hour ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, റീഡിംഗ്, റൈറ്റിംഗ് ക്ലാസ് ഒക്കെ നൽകുന്നുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അടുത്ത ബാച്ച് ഇനി ഏപ്രിൽ, മെയ് വെക്കേഷനിലാണ് ഉണ്ടാവുക. ആ ഒരു ടൈമിൽ ഇംഗ്ലീഷ്, മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ളവർ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുക. അഡ്മിഷൻ എടുക്കുവാനായിട്ടും എന്ത് ഡീറ്റെയിൽസ് അറിയാനും, ട്യൂഷൻ്റെ അഡ്മിഷൻ ആയാലും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. പാരൻസും മാത്രം മെസ്സേജ് അയക്കുക, കുട്ടികൾ അയക്കാണ്ടിരിക്കുക. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചിത്രത്തിന് യോജിച്ച വാക്യങ്ങൾ എഴുതാം. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. കുറച്ചധികം ചിത്രങ്ങൾ നിങ്ങൾക്ക് തരും. എന്നിട്ട് മുകളിലോ താഴെയോ കുറച്ച് സെന്റൻസുകൾ, വാക്യങ്ങളും തരും. എന്നിട്ട് ആ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം എന്ത് ചെയ്യണം? എടുത്തെഴുതണം. അതിനായിട്ട് എന്താ ആദ്യം വേണ്ടേ? വായിച്ചു നോക്കാനായിട്ട് അറിയണം. അപ്പോൾ ഇതാദ്യം ഇവിടെ നൽകിയിരിക്കുന്ന വാക്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ വാക്യം എന്താ? ഒന്നാമത്തെ വാക്യം പറഞ്ഞേ. നിരനിരയായി പലതരം കച്ചവടക്കാർ. നിരനിരയായി പലതരം കച്ചവടക്കാർ. രണ്ടാമതെന്താ? വാദ്യക്കാരും മേളക്കാരും. വാദ്യക്കാരും മേളക്കാരും. മൂന്നാമത്തേത് എന്താണ്? പള പള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. പല നിറത്തിലുള്ള ബലൂണുകൾ. പല നിറത്തിലുള്ള ബലൂണുകൾ. അഞ്ചാമത്തതോ? ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വാക്യമാണ് ഇതിൽ ശരിയെന്ന് തോന്നുന്നത്? ഇവിടെ ഒത്തിരി ബലൂണുകളുണ്ട്, പല നിറത്തിലുള്ള ബലൂണുകൾ അല്ലേ? അപ്പോൾ ഏതായിരിക്കും ശരി? പല നിറത്തിലുള്ള ബലൂണുകൾ. ഏതാ ശരി? പല നിറത്തിലുള്ള ബലൂണുകൾ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ വരച്ചു ചേർക്കാൻ തന്നെയുള്ള ചോദ്യമായിരിക്കാം വരിക, ചിലപ്പോൾ എഴുതാനായിരിക്കും വരിക. ചിത്രം നൽകിയിട്ടുണ്ടാകും, അതിന് താഴെ ഒരു വരയിട്ടിട്ടുണ്ടാകും, അതിൽ എഴുതി ചേർക്കാനായിരിക്കും. അപ്പം ഇങ്ങനെ ചോദിച്ചാലും എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തെറ്റാതെ നിങ്ങൾ എഴുതണം. പല നിറത്തിലുള്ള ബലൂണുകൾ. ഓക്കെ, രണ്ടാമത്തെ ചിത്രം നോക്കിയേ. ആളുകളാണല്ലേ, നിറയെ ആളുകളുണ്ട്. അപ്പൊ എന്ത് എഴുതാം? ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. ഉത്സവപ്പറമ്പ് നിറയെ ആളുകൾ. മൂന്നാമത്തെ ചിത്രമാണെങ്കിലോ? നിറയെ കച്ചവടം. അപ്പോൾ എന്താ പറയാ? നിരനിരയായി പലതരം കച്ചവടക്കാർ. നിരനിരയായി പലതരം കച്ചവടക്കാർ. ഓക്കെ, അതാണ് ഇതിന് എഴുതി ചേർക്കേണ്ടത്. ഇവിടെ എന്താണുള്ളത്? മേളക്കാരും വാദ്യക്കാരും. വാദ്യക്കാരും മേളക്കാരും. അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം എന്താണ്? വാദ്യക്കാരും മേളക്കാരും. കൊമ്പ്, കുഴൽ ഇതൊക്കെ പഠിപ്പിച്ച് ഓർമ്മയുണ്ടോ? ചേങ്ങില, കുഴലുണ്ട്, കൊമ്പുണ്ട്, ചെണ്ടയുണ്ട്, ചേങ്ങിലയുണ്ട്, ഇതൊക്കെ എന്താ? ഇലത്താളമുണ്ട്. ഇതെല്ലാം എന്താണ്? ഉത്സവത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ്. ഇവിടെ എന്താണുള്ളത്? വാദ്യക്കാരും മേളക്കാരുമാണ് ഇവിടെ ഉള്ളത്. അടുത്ത ചിത്രം എന്താണ്? പളപള തിളങ്ങുന്ന
നെറ്റിപ്പട്ടം കെട്ടിയ ആന. പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആന. അപ്പൊ ഇതുപോലൊരു ചോദ്യം വന്നാൽ ചിത്രം നൽകിയിരിക്കും. ചിത്രത്തിന് യോജിച്ച വാക്യം കണ്ടെത്തി എഴുതുക, അല്ലെങ്കിൽ യോജിപ്പിക്കുക. എങ്ങനെയായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നൽകിയിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചു നോക്കുക. വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ ഓരോ ചിത്രവും ഓരോ വാക്യവും ഏത് ചിത്രവുമായിട്ട് യോജിക്കുന്നു എന്ന് നോക്കി അത് എഴുതുക. ഓക്കെ, ചിത്രത്തിന് താഴെ എഴുതുക. വരച്ചു ചേർക്കാനാണെങ്കിൽ വരച്ചു ചേർക്കുക. മനസ്സിലായോ? ഇങ്ങനൊരു ചോദ്യം വന്ന തെറ്റാതെ എഴുതില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.